Music Watch. സമയം രാവിലെ 4 മണി. തേ കിടക്കുന്നു വിഷ്ണു. അടുത്ത സ്കർ എല്ലാവരും കാണിച്ചു തരാം. ഇത് 5 മണിക്ക് പോകണമെന്ന് പറഞ്ഞവരാണ്. എന്നിട്ട് 4 മണിയായിട്ട് ആരും എണീച്ച് റെഡിയായില്ല. ഞാൻ പിന്നെ പതുക്കെ എണീച്ച് നടന്നുപോയി. ഇതാ കിടക്കുന്നു ആൽവിൻ, തൊട്ടടുത്ത അസ്കർ, രണ്ടുപേരും ഒരു കട്ടിൽ കിടക്കും. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, ഞാൻ റെഡിയായി എണീച്ചപ്പോഴത്തേക്ക് പതുക്കെ രേഷ്മ എണീക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ വിഷ്ണു എണീക്കുന്നു. അതിൻ്റെ പുറകെ എല്ലാവരും എണീക്കുന്നു. അപ്പോഴത്തേക്കും സമയം 5 മണിക്ക് ആവറായും തോന്നും. അങ്ങനെ എൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റാൻ പോയപ്പോൾ ദാ കിടക്കുന്നല്ല ചവിട്ടി തള്ളിയിട്ടിരിക്കുന്നു തോന്നുന്നു. പിന്നെ കിടപ്പില്ല, അവിടെ തന്നെ കിടന്ന് ഉറങ്ങിയിരിക്കുകയാണ് ആൽബിനും പിന്നെ അസ്കറും. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആരും എണീക്കാത്തതുകൊണ്ട് നമ്മൾ പിന്നെ ഒരു കാര്യം ചെയ്യാനും മോർണിംഗ് ഫ്രണ്ട്സ്, നമ്മൾ ബാക്ക് ടു അവർ വർക്ക്. നമ്മളെ ലാസ്റ്റ് ദിവസം കൊടൈക്കനാലിലോട്ട് പോകുന്ന ദിവസമാണ്. ഇപ്പോൾ സമയം 6 മണിയാകാൻ പോകുന്നു. 5:45 ആണ്. ഞാൻ 4 മണിക്ക് റെഡിയായി, നേരത്തെ റെഡിയായി. അപ്പോൾ എല്ലാം റെഡിയായി. ഇന്നലെ കിടന്ന സ്ഥലമാണ് ഇതൊക്കെ. എല്ലാവർക്കും ഇറങ്ങി പോകുന്നു. നമുക്കും പോവാം. ഇവിടെ കിടന്നത് എവിടെ ഓക്കെ, റൂം ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ഗ്രൂപ്പായിട്ട് കിടന്നത്. അപ്പോൾ നമുക്ക് വീട്, ബംഗ്ലാവ്, ഓക്കെ. അപ്പോൾ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുമായിരുന്നു, പക്ഷേ നമുക്ക് ടൈം കുറവായിരുന്നു. നൈറ്റാണ് കിട്ടിയത്. നൈറ്റിൽ നിന്ന് എടുക്കേ. പിന്നെ ഒന്നുമില്ല. അപ്പോൾ നമ്മളിവിടെ നിന്ന് നേരെ കൊടൈക്കനാലിലോട്ട്, ഏകദേശം എത്ര കിലോമീറ്റർ ഒന്നും ദൂരം ഉണ്ടെന്നറിയാം. അപ്പോൾ അവിടെ പോയിട്ട് കാണാം. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കൊടൈക്കനാൽ യാത്രയായി. രാവിലെ 6 മണിക്ക് ഇറങ്ങിയ ഞങ്ങൾ 9:15 ആയപ്പോഴത്തേക്കും കഴിക്കാനായിട്ട് ഒരു സ്ഥലത്തെത്തി. അവിടെ അല്ലെങ്കിൽ ഞാൻ കഴിച്ചത് പൂരി കടലക്കറിയൊക്കെ ആയിരുന്നു. ബാക്കിയുള്ളവർ അപ്പവും ഇഡലിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. അതിനുശേഷം വീണ്ടും നമ്മൾ യാത്രയാവുകയാണ്. റേഞ്ച് കയറി തുടങ്ങി. നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്, കോടയൊക്കെ ഉണ്ട്. മലകൾ എല്ലാം നമുക്ക് കണ്ടു പോകാൻ പറ്റുന്ന ഒരു വഴിയാണ്. ഈ മല കയറി തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഗേൾസും ഒരു ബോയും എല്ലാം കൂടിയൊക്കെ വൊമിറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ സൈഡിൽ നോക്കിയില്ല, ഞാൻ വെളിയിൽ നിന്നാണ് നോക്കിയിരുന്നത്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കും ഒരു വെള്ളച്ചാട്ടമൊക്കെ. ഈ വെള്ളച്ചാട്ടമൊക്കെ ചെറുതല്ല, വലുതാണ് എന്നും തോന്നുന്നു. കാരണം കണ്ട ഇത്രയും ബാക്കി നമ്മൾ കാണുന്നു. അങ്ങനെ ഞങ്ങൾ കൊടൈക്കനാലിൻ്റെ ടോൾ പ്ലാസയൊക്കെ കഴിഞ്ഞ് കൊടൈക്കനാലിനായിട്ടുള്ള ടോൾ പ്ലാസ കയറി ഇതൊക്കെയാണ് കൊടൈക്കനാൽ ടോൾ പ്ലാസ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഹൈ റേഞ്ച് കോട കണ്ടില്ലേ, ഈ കോടയൊക്കെ കഴിഞ്ഞ് നമ്മൾ കൊടൈക്കനാലിലെത്തി. ഇതാണ് ലേക്ക്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് നമ്മൾ 12 സമയമായി. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ കണ്ടോളൂ. ഹലോ ഗായ്സ്, നമ്മൾ വണ്ടി എടുക്കണമല്ലോ. അങ്ങനെ നമ്മൾ കൊടൈക്കനാലിൽ എത്തിയിരിക്കുന്നു. ഫസ്റ്റ് സൈക്കിളിനെ കൊണ്ടത് പറഞ്ഞ് ചെയ്യാൻ പറ്റുന്ന നോക്കാം. ഗായ്സ്, നമ്മൾ കൊടൈക്കനാലിൽ എത്തിയിരിക്കുന്നു. വരുന്നത് നമ്മൾ സൈക്ലിങ് ചെയ്യാൻ പോയാണ്. അതിലൂടെ സൈക്കിളൊക്കെ വാങ്ങിച്ച്
പോകാൻ പോണ്. ഡബിളിന് 150, സിംഗിൾ സൈക്കിളിനൊക്കെ 100 രൂപ വെച്ചാണ്. ലേക്ക് അല്ല വെള്ള കുതിരയൊക്കെ ഉണ്ട്, കുതിര റൈഡൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് നമുക്ക് ലേക്ക് നോക്കാം. അപ്പോൾ ലേക്കൊക്കെ തൊട്ടാ തണുപ്പായിരിക്കും. നാട് ചവിട്ടിയൊക്കെ പോകണം. പെഡൽ ബോട്ടിങ് ഇതങ്ങ് പോവും കേട്ടോ. ഇതിന് റൗണ്ട് ചെയ്ത് തരാമ്പോൾ 5 കിലോമീറ്റർ എന്ന് അങ്ങേര് പറഞ്ഞു. ഈ സൈക്കിൾ വരെ 3/4 മണിക്കൂർ സമയം തരും. 3/4 മണിക്കൂർ സമയം കൊണ്ട് പോയിട്ട് വന്നോണം. അതാണ് കാര്യം. ഞാൻ ആദ്യം എടുത്ത സൈക്കിള് ചെയിൻ ഇളവി. ഇനി നിങ്ങൾക്ക് അങ്ങോട്ട് വീട്ടിൽ കാണാൻ സാധിക്കും. അടുത്ത് രണ്ടാമത് എടുക്കാൻ പോകുന്ന സൈക്കിളിലും മണ്ട ഇളവി വരും. അതങ്ങനെ വീഴുവന്നാ അത് വീഴുവോ പിന്നെയും? ഓ ഈ ബ്രേക്കൊക്കെ ഇതിലുള്ളതാടാ. എടാ ഞാൻ കേറിയില്ല, നീ എവിടെ പോണ? പാത്തുമ്മ നമ്മളെ എവിടെയാണ് പോണ? എനിക്ക് പേടിയാണ് ഇതൊക്കെ കണ്ടിട്ട്. ഇതാ ഗൈസ്, അമൽ സൈക്കിള് ചവിട്ടിയാണ്. ഫ്രണ്ടിൽ നിന്ന് ഇതാ എല്ലാരും പോകുന്നുണ്ട്. നിനക്കെന്നെ ചവിട്ടണമെന്ന് പറഞ്ഞ അവസാനം വീഡിയോ കൊള്ളുന്നെങ്കിൽ എന്നൊന്നും പറയുന്നു. ഞാൻ ഫ്രണ്ടിൽ നമ്മളിങ്ങനെ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഈ ലേക്കിന്റെ അടുത്ത് എത്തിയിരിക്കുന്നു. ഇവരെല്ലാരും വണ്ടി പാർക്ക് ചെയ്തിട്ട് ലേക്ക് കാണാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം എൻ്റെ സൈക്കിൾ മാറ്റിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോയി. സൈഡ് വഴി വളയാ അമലേ. പാത്തു സെൻട്രോട് വളയില്ലേ, വണ്ടിയെല്ലാം വന്നാ ഒരു സൈഡ് പറഞ്ഞേ. ആ ഫ്രെയിം എത്തുമ്പോൾ നേരത്തെ ഫോട്ടോ എടുത്ത ഫ്രെയിം എത്തുന്ന സൈഡ് പറഞ്ഞേ. ഞാൻ ഫ്രണ്ടിലൂടെ കയറി പോവും, നിങ്ങൾ എടുത്തു പോവാം. വലത് സൈഡ് ഒതുങ്ങി കൊടുക്കാൻ അവരെ ആ ഫ്രെയിമിൽ കുറച്ചാൽ പതിയെ പോകട്ടാ. പത്ത് നിന്നെ ആ ഫ്രെയിം കിട്ടാൻ വേണ്ടിയാണ് വെയിറ്റ് ചെയ്തത്. കാണിച്ചണ്ണാ കുറച്ച് ദൂരം തിരിച്ചു വഴി കുളമല്ലേ? കേട്ടോ വണ്ടി എടുത്തു. ഇതുവരെ അടുത്ത കിട്ടിയെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു സീറ്റൊക്കെ വളഞ്ഞു. നീ ഇവിടെ പോണ നോക്കടാ നോക്കടാ. അയ്യോ കൊല്ലാ കൊണ്ടുപോണേ, കൊല്ലാ കൊണ്ടുപോണേ. അയ്യോ എന്റെ ഒരു ഞാൻ ചവിട്ടിയ പാൻ സെറ്റ്. ചവിട്ടാം. നമ്മൾ തടാക്കില്ലത്തിലോട്ട് അവിടെ വണ്ടി വരണം. ഒതുക്ക്. പോടാ പട്ടി. ഫ്രണ്ടിൽ കൂടി നമ്മൾ സൈക്കിൾ ഓട്ടിക്കുകയാണ്. കാടിന്റെ അകത്തൂടി സൈക്കിൾ ചവിട്ടി ചവിട്ടി പോകുന്നു. അമ്മേ ചേർക്കാതിന് നോക്കൊള്ളാം. ഇതാണ് നമ്മുടെ വ്യൂ. ഇങ്ങനെയുണ്ട് ഗൈസ്. എടേ ഒതുങ്ങിപ്പോ. എടേ ഗോമാരെ ചേർന്ന് വന്നുള്ളൂ. അത് ഇട്ടുകൊണ്ട് ഇങ്ങനെ ചവിട്ടി പിടിച്ചാണ് പോകുന്നത്. ആര് എന്തോ പറഞ്ഞൂടാ. വി ആർ സെർച്ചിങ് ഫോർ വിഷ്ണു. ഓ ഓ എങ്ങനെയുണ്ട് ഗൈസ്? കേറിക്കോ കേറിക്കോ കേറിക്കോ. നീ പോണ പോലെ അങ്ങ് പോയാ മതി. ഈ സ്റ്റെബിലിറ്റി കാര്യം നോക്കണ്ട കേട്ടാ. ഇതാ പൊന്നേ വിടലേ. ഓക്കെ
വിഷ്ണു M.Com is calling. എന്റെ പൊന്നെ നീ എന്തിനാ റൈഡർ കണ്ണാപ്പി റൈഡിങ് എന്റെ പൊന്നടാ റൈഡർ കണ്ണാപ്പിന്റെ കാര്യം എങ്ങനെയുണ്ട് റൈഡർ കണ്ണാപ്പി വിട്ടാ എടല്ലേ നീ കൈവിടല്ലേ താജ് പറഞ്ഞു പോടി ഞാൻ വിട്ടോളാം പത്തില്ല 10 വർഷം 10 അതെ ചേർന്ന് പോടി പറഞ്ഞിട്ട് പോ ഗൈസ് നമ്മളെ വെള്ളം ക്രോസ് ചെയ്യുകയാണ് ബാക്കില് വായത് അവളെ കയറ്റിയത് നൂറെ കയറ്റിയത് നൂറെ ചവിട്ടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഓ വാ ഓ വാ 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 നിങ്ങൾ ചവിട്ടി കിട്ടണം പറഞ്ഞൂടാ നിങ്ങൾ ചവിട്ട് ആ പബ്ലിക് ടോയ്ലറ്റ് വന്നു പെട്ടെന്ന് ആ ചത്തിട്ടില്ല കൈ ഫോൺ വീണോണ്ട് അവരെല്ലാം ഫ്രണ്ടിൽ പോയി ആരൊക്കെ വരണ്ട് കൈ ഫ്രണ്ടിൽ അവിടെ ഇങ്ങോട്ട് നമുക്ക് ഇവിടെ അങ്ങോട്ടാണ് പോകണ്ട അമ്മ ഓക്കെ ഗൈസ് നോക്കൂ അവർ പോയിരിക്കുകയാണ് നമ്മൾ ഏറ്റവും ബാക്കിലായി പോയി ഇത് കാണി ഞാൻ ചവിട്ടാ കേട്ടോ അങ്ങോട്ട് കുറച്ചിട്ട് നമുക്ക് 1:30 മുമ്പ് അങ്ങ് എത്തണം അത്രേ ഉള്ളൂ പെട്ടെന്ന് പോ അവര് പെട്ടെന്ന് പോയി പട്ടി ഒരു പട്ടിയുണ്ട് അയ്യോ പോട്ട് നമുക്ക് പോവാ ഇവിടെയൊക്കെ സൈക്കിൾ ചവിട്ടി പോകുന്നു നമ്മളിങ്ങനെ വന്നു അവർക്ക് വിചാരിച്ചില്ല ഇതവിടെ സംഭവിക്കുന്ന കേട്ടാ സൈക്കിൾ ഓട്ടാ പറഞ്ഞ പെണ്ണിനെ കിട്ടുന്നെങ്കിൽ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത്രയെങ്കിലും ചവിട്ടുന്നുണ്ടല്ലോ ഓക്കെ എവിടെ നടന്ന് അങ്ങോട്ട് ലേക്ക് ചേർന്ന് പോകും ആ അവര് പോകണം നമ്മൾ ഓട്ടിക്കണം അവർ ഇതാ പോകുന്നു കൈ അവരങ്ങ് പോയി ഓക്കെ ഒന്നുമില്ല നമ്മൾ പെട്ടെന്ന് എത്തും തണുത്ത ലേക്ക് കൂടി ചൂട് സൈക്കിൾ വിട്ട് പോയാ നോക്കി ബാലൻസ് ഞാൻ ചവിട്ടുന്നുണ്ട് എനിക്കൊന്നും എടുക്കാൻ പറ്റില്ല സത്യം പറഞ്ഞാൽ വൈഡ് ആംഗിൾ ഷോട്ട് പോട്ട് മച്ചമാരെ പോട്ട് വാ പോട്ടെ നമ്മൾ ആ മറ്റേ ലൈറ്റ് വെള്ളം ചാടുന്ന സാധനം കാണാം നമ്മൾ എത്തിയില്ല അതാ നോക്ക് ഇവിടെ കുറേ ബോട്ടിങ് ഉണ്ട് ബോട്ടിങ് ഒക്കെ ഉണ്ട് പയ്യന്മാരിറങ്ങി ആര് വിഷ്ണുടാ ഇവിടെ നമ്മൾ സൈക്കിളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് സാറിൻ്റെ സാധനങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് ഒരു കിളിക്കൂട് അല്ല ഒരു പട്ടിക്കുട്ടി കുട്ടക്കത്തിരിക്കുന്നത് എന്തോ സാധനമുണ്ട് അപ്പോ ലീക്ക് എനിക്കൊന്നും വാങ്ങണ്ടാ എന്തോടാ ഷോപ്പിംഗ് കഴിഞ്ഞ് ഇൻകം നമ്മളെ ആളെ കിട്ടി കുറച്ചു പേര് പോയി ഹായ് അപ്പൊ നമ്മൾ വീണ്ടും പോവാണ് നമ്മളെ കയറിക്കോളൂ ആട്ട് ഞാൻ പറയും കേട്ടാ നിങ്ങളപ്പോ സ്ലോ ആയിക്കണം പൊട്ട് We are going to Kodaikanal. Kodaikanal. Hey. എന്താ പൊന്നെ കൊല്ലല്ലേ പറയാ വീണ്ടും റെഡി ലെറ്റ്സ് ഗോ എല്ലാരും ഉണ്ട് തട്ടി ഒരു തട്ടില് തട്ടി ഞാൻ വിളിച്ചു എന്താണ് ഹാൻഡില് ജസ്റ്റ് അവര് കവറിൽ തട്ടിയതേ ഉള്ളൂ. തട്ടി വണ്ടി വല്ലായിരുന്നെങ്കിൽ ഇനി പോറെന്നൊക്കെ പറഞ്ഞ് വിളിച്ചോണ്ട് പോവുമായിരുന്നു. അപ്പൊ നമ്മളെ ബാക്കില്
ഇടാ വണ്ടി വരണ്ടെങ്കിൽ തീന്നടാ ഓപ്പോസിറ്റ്. അപകടം 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 വിളിച്ചവർ. നിസാമിന്റെ ജീവിതം ഇനിയും ബാക്കി. ഓ ഗൈസ് നോക്കൂ, നമ്മളങ്ങനെ റിട്ടേൺ അടിച്ചെത്താറായി. ഇനി ഏകദേശം കുറച്ച് കിലോമീറ്റർ മാത്രം. ഇനിയുണ്ട് കിലോമീറ്റർ. ദിവസം വന്ന് സൈക്കിൾ ഔട്ടിയാ മതി ഇവിടെ. 150 യൂണിവേഴ്സിറ്റി. ഇനി ലെഫ്റ്റ് 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 തിരിയുങ്കോ. ലെഫ്റ്റ് തിരിഞ്ഞ് പോക്ക്. എന്റെ പൊന്നെ ചരിച്ചോട്ടിക്കാണ്. വണ്ടി 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 പറയാൻ അടിപൊളി കേട്ടോ. നമ്മള് വീണ്ടും വീണ്ടും എത്താറായി. ആ വണ്ണനുള്ളിൽ പോയി വെള്ള തിറക്കായി. അത് കയറി പിടിച്ച് ഇവിടെ നിർത്ത് നിർത്ത് നിർത്ത്. പോ വണ്ടി വണ്ടി വണ്ടികൾ പോകുന്നു. ചവിട്ടി വിട്. ചവിട്ടി വിട്. ഞാൻ ചവിട്ടുന്നു. പൊട്ട് 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 പൊട്ട്. എല്ലാവരും പോയി ഗൈസ്, നമ്മള് മാത്രമുണ്ട് ബാക്കിൽ. ചവിട്ടി രണ്ടാൾ ചവിട്ടി. ഞാൻ ചവിട്ടില്ല. നീ പോ ആ പോ തട്ടിപ്പോ 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 പോ 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 പോ. അല്ലേ ഞാൻ ചുറ്റിയതാര് പറഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു? ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടി നന്നായി. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടെ നിന്ന് അപ്പുറത്ത് പോയാൽ ഇത്തിരി പോയാൽ ദൂരമേ ഉള്ളൂ. പക്ഷേ ഉറങ്ങി വരാൻ കുറെ ദൂരം. സൈക്കിൾ പഴക്കനല്ല സൈക്കിള് ചാടണമെന്ന് ആഗ്രഹം. അവിടെ തിന്നിട്ട് ബ്രേക്ക് ഇല്ല. ഇപ്പൊ മനസ്സിലായ പേടിച്ചാ? ഇനി എന്തിനാണ്? ഇനി ഒന്നുമില്ല. ഇനി അവിടെ എല്ലാവരും പോകുന്നുണ്ട്. നമുക്ക് പോവാം. അവര് രണ്ടുപേരും അങ്ങോട്ട് വന്നാ അന്ന് അവര് വാങ്ങിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ഓ അങ്ങനെ കൊടൈക്കനാലിലെ സൈക്ലിങ് ഒരു അപകടം കൂടാതെ വന്ന് കയറിയെന്നാണ് സന്തോഷം കേട്ടാ. എന്ത് പറയാ ഗൈസ്, കൊടൈക്കനാലിലെ ബിൽഡിങ്ങുകൾ 4 മിനിറ്റ് കണ്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ചെത്തി. എല്ലാവരും വരുന്നുണ്ട്. നമ്മൾ വണ്ടി കയറി പോകാൻ പോയാണ്. ഹായ് ഗൈസ്, നോടെ ലുട്ടാപ്പി പറഞ്ഞു. ലുട്ടാപ്പി വിത്ത് വിഷ്ണു. ഹായ് വിഷ്ണു ബൈ. ഒന്നിച്ച് പയ്യപ്പ എല്ലാരും വെച്ചിട്ട് ആടി 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 ആടി. ആരും ഉണ്ടല്ലേ? സൗണ്ട് കേട്ട്. സൂപ്പറായിട്ട് മടക്കുന്നല്ലേ? എങ്ങനെയാ നമ്മളെല്ലാരും സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് 2:30 നമ്മൾ ഉച്ചഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുകയാണ്. ബിരിയാണി, ചിക്കൻ കറി, സലാഡ്, അച്ചാറ്, പപ്പടം ഇല്ല. പപ്പടം തമിഴ്നാട് പപ്പടമാണ്. അത് നമ്മൾ ചോദിച്ച് വാങ്ങണം. അത് സദ്യയുടെ മാത്രമേ ഉള്ളൂ. അപ്പം വാങ്ങിച്ച് നോക്കി. അത് വേറെ ടൈപ്പാണ്. നമ്മൾ പൊഴിക്കുന്ന സംഭവം പോലെ ഇരിക്കും. നമ്മളെ നാട്ടിലെ പപ്പടമല്ല. അപ്പം നമ്മൾ അടുത്ത് നമ്മളെ സ്ഥലങ്ങൾ അടുത്ത് വേറെ വണ്ടി മാറി കടകടപ്പുണ്ട്. വേറൊരു ട്രാവലർ അടുത്ത് പോകാൻ പോവാണ്. ആൻഡ് ഫ്രണ്ട്സ് അഞ്ച് കിലോമീറ്റർ எத்தனை மணிக்கு ஆகும் பார்க்குறதா உங்கள் டைம் தான் இப்போ வந்து 4 மணிக்கு தான் க்ளோஸ் ஆயிரும் 4 மணிக்கு அதுக்குள்ளே உள்ள டக்குனு தானே எல்லாம் பரிவேஷம். അപ്പോൾ നമ്മുടെ അണ്ണാച്ചി അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 2:30 കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നത്.
4 മണിയാകുമ്പോൾ എല്ലാം ക്ലോസ് ചെയ്യും. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ആ സ്ഥലങ്ങളൊന്നും മൊത്തം ഒങ്ങാനുള്ള സമയമില്ല. അപ്പോൾ നമ്മൾ ഈ കൊടൈക്കനാൽ റിവറിൻ്റെ കൂടെ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രിപ്പിൽ നമ്മൾ പൈൻവേലിൽ സ്ഥലം മിസ് ചെയ്യാണ്. അണ്ണാച്ചി പാട്ടാക്കി ഇട്ടാണ് പോകുന്നത്. കില്ലാണ്. അപ്പോൾ വൈബടിച്ച് പോവാം. അപ്പോൾ നമ്മൾ അണ്ണാച്ചി ഏതൊക്കെ വഴി കൂടി കൊണ്ടുപോവുകയാണ്. അങ്ങനെ കാണാൻ നല്ല സീനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് സൂയിസൈഡ് പോയിന്റ്, അത് കഴിഞ്ഞ് പിന്നെ പില്ലർ റോക്സ് അങ്ങനെയൊക്കെയാണ് പോകുന്നത്. അത് കഴിഞ്ഞ് കുണ്ണാ കേവ് അങ്ങനെയാണ് പോകുന്നത്. പശുവൊക്കെ കണ്ട വലിയ പശു വയറൊക്കെ. പിന്നെ തൂക്കണാങ്കിരി പോലെ കിടക്കുന്ന മഞ്ഞപ്പൂ, ദൂരെ കാണുന്ന വലിയ വീടുകൾ. പിന്നെ വണ്ടി അണച്ച് പറത്തി വീടാണ് കണ്ട. ഒരു രക്ഷയില്ല. ഫ്രണ്ടിൽ നിന്നൊരു ബലാണ് വെള്ളം തെറിപ്പിച്ച് പോവാണ്. ഒരു രക്ഷയില്ല. ഇതാണ്ട ഹെയർ പിന്നി ഒരു ദാശയുടെ ദയവില്ല. വണ്ടി തൊലയി വന്നു. പിന്നെ അതാ സ്ഥലങ്ങളൊക്കെ നല്ല സ്ഥലങ്ങളാണ്. നിന്ന് പോയി ഈ സ്ഥലങ്ങളൊക്കെ കണ്ട. ഈ സ്ഥലങ്ങളൊക്കെ ഇറങ്ങി കാണാൻ നല്ല രസമാണ്. ഗോൾഫ് ഏരിയ ഉണ്ട്. ഗോൾഫ് കളിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതാ കാണിച്ചുതരാം. എന്നാണ്ട പിന്നെ അങ്ങനെ ഈ കട ആദ്യം നിർത്തി അവര്. എനിക്ക് തോന്നുന്നു കമ്മീഷൻ ആയിരിക്കും. അപ്പം അത് കഴിഞ്ഞിട്ട് കണ്ട അവിടെ കുറേ കട സാധനം വാങ്ങുന്നത്. നമ്മൾ ചുമ്മാ ഒരു ഗോൾഫ് ക്ലബ് എന്നുകൊണ്ട് പറയണം. അവരവിടെ വാങ്ങുന്നു. ചുമ്മാ സമയം പോക്കാണ്. സമയം പോകുമോ സ്ഥലം വാങ്ങാൻ പറ്റുമെന്ന് ഒരു ഐഡിയ ഇല്ല. പക്ഷെ അതിൻ്റെ മുകളിൽ കിട്ടില്ല കേട്ടോ. ഇവിടെ ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റിയ നല്ല സ്ഥലമായിരുന്നു. പക്ഷെ അത് കിട്ടില്ല. ഓക്കെ നമ്മളെ വണ്ടി ഇത് ആതിര ഒരുമിച്ച് പഠിക്കുകയാണ്. എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്, ബെസ്റ്റ് ഫ്രണ്ടാണ് എന്നൊക്കെ ഇവൻ പറയും. എനിക്ക് എൻ്റെ കോൺസെപ്റ്റ് അങ്ങനെയാണ്. പക്ഷെ ഇവന്റെ കോൺസെപ്റ്റ് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ ഗായ്സ്. അമലെ നിനക്ക് എന്നെ പറ്റിയുള്ള അഭിപ്രായം പറ. നല്ല അഭിപ്രായം. എങ്ങനെയാണ് ഞാൻ നിന്റെ ക്ലോസ് ഫ്രണ്ടാണോ ബെസ്റ്റ് ഫ്രണ്ടാണോ എങ്ങനത്തെ ഫ്രണ്ടാണ്? അല്ലേ ഇത് നമ്മളെ വ്യത്യാസം തോന്നുന്നു. ക്ലോസ് ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് രണ്ടും ഒന്നല്ലേ? എനിക്കറിഞ്ഞു. പിന്നെ നീ ഇങ്ങനെ ചോദിച്ചാ എന്താക്കിയാലും നമ്മളെ വണ്ടി ബാക്കിൽ നമ്മള് നേരത്തെ വന്ന്. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് തന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ച എവിടെ വരാനാണ് കേട്ടാ. പക്ഷെ അയാൾ അവിടെ പിടിച്ച് നിർത്തി. എത്രയുണ്ട് ബാക്കി? ഇതാണ് സൂയിസൈഡ് പോയിന്റ്. ഇത്രേ ഉള്ളൂ. ഈ ഒരു ഗാറ്റ് ചെയ്യാനാണ് അവിടെ നിന്ന് കഷ്ടപ്പെട്ട് ഇങ്ങനെ പറഞ്ഞത്. ഇതിൻ്റെ താഴെ ഒന്നുമില്ല, നല്ല ഫുള്ള് കോട കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇത്രേ ഉള്ളൂ. ഇത് കാണാനാണ് നമ്മൾ വന്നത്. ഇവിടെ ഇത്ര അങ്ങോട്ട് ഇറങ്ങില്ലേ പെട്ടെന്ന് മഞ്ഞ് കയറി കൃഷ്ണനെ പൊളിച്ച് എടാ അടുത്ത് പില്ലർ റോക്കിന്റെ അടുത്താണ് ഫ്രണ്ടിൽ നിൽക്കുന്നത്. നേരെ ബാക്കിൽ എല്ലാവരും വന്നിരിക്കുന്നു. എന്താ ഫുള്ള് സെറ്റാണ്. പക്ഷേ ഇത് ക്യാമറ കിട്ടില്ല. അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. ക്യാമറ കിട്ടില്ല. അത് വെയിലാണ്. വെയിൽ കാരണമാണ് കിട്ടാത്തത്. ഓ കണ്ടാ വേറെ ഓപ്പോസിറ്റ് ബാക്ക് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിലാണ് പില്ലർ. ഓക്കെ നമുക്കിപ്പം ആന കേട്ടപ്പോൾ ഇതിൻ്റെ ഫോട്ടോ എടുക്കാൻ പോയാണ്. അങ്ങനെ ഈ 3 ആനകളുടെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് അങ്ങോട്ട് പോകണം. ഇതാണ് പില്ലർ റോക്ക്. ഇങ്ങനെയാണ് കാണാതിരിക്കുന്നത്. നിങ്ങൾ ബാക്കിയോ? അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കയറി പോയാണ്.
ഇത്രയും പേര് കയറി പോണം. സാറിനെ കാണിച്ചിട്ടുണ്ടോ നമ്മളെ പ്രസാദ് സാർ? കാറ്റാണ് പതിനാല്. ഗൈസ്, നമ്മൾ ഗുണ കേവിൻ്റെ അകത്ത് എത്തിയിരിക്കുന്നു. എൻ്റെ നീ പോവാത്തതിന് നമ്മൾ എന്ത് ചെയ്തു? നോക്കിയിറങ്ങ. ഇത്ര ഏരിയ ആണുള്ളത്, ഇത്ര ഏരിയ. അവൻ കയറും. അവൻ എവിടാ? ആ ചൊപ്പ് ചട്ടാടാ ഏടാ വാഹി. കഷ്ടപ്പെട്ട് 100 കയറിയിട്ടുണ്ട്. ഞാനും എല്ലാരും അപ്പോൾ ഇതാണ് നിങ്ങൾ കാണുന്ന സ്ഥലം, ഗുണാക്കേവ്. പക്ഷേ ഗുണാക്കേവിൻ്റെ സത്യാവസ്ഥ എന്നാൽ ഇത് വളരെ ചെറിയ സ്ഥലമാണ്. അവിടെ നിന്ന് വേലി കെട്ടി ഇങ്ങനെ ചുറ്റി ഇത്രയേ ഉള്ളൂ. നമ്മൾ ചെറിയ വലിയ സ്ഥലം. ഇതിൻ്റെ വേരുകൾ ഇറങ്ങിയിരിക്കുന്നത് കൊണ്ട് കാണുമ്പോൾ എന്തോ ഒരു സംഭവം എഫക്റ്റ് ഉണ്ട്. അത് ശരിയാണ്. പിന്നെ ഒരു വൈബ്. ഇപ്പോൾ മഞ്ഞ് കയറുന്നു ഇറങ്ങുന്നു അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നാണല്ലോ മഞ്ഞുമൽ ബോയ്സിൻ്റെ തുടങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ നോക്കുകയാണെങ്കിൽ ഒന്നുമില്ല, ഇത് പാറയുണ്ട്. അപ്പോൾ എവിടെ നിന്നിട്ടാണ് മറ്റേ അങ്ങനെ പറയുന്നത്, നമുക്ക് അവിടെ ഒരു ഗുഹയുണ്ട്, അവിടെ പോകാൻ. പക്ഷേ ഇപ്പം എല്ലാവരും അവിടെ നിൽപ്പുണ്ട്. അല്ല, അവിടെ ആ പോർഷനിൽ ഗ്രില്ലൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, നമുക്ക് നോക്കാം. അവർക്കൂടെ ഐഫോണിൽ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നു. 2 പയ്യന്മാരുടെ മുകളിൽ നിൽക്കുന്നു. നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം. എന്താ നോക്കുകയാണെങ്കിൽ ഒന്നുമില്ല. കിണറിൽ ഒരു കുഴി അവിടെ ഉണ്ട്. ഓക്കെ, കുട്ടേട്ടൻ സംസ്കരിച്ച സ്ഥലമല്ല. അതേപോലെ തന്നെ ഇവിടെ ഇടയാണ്, ഇവിടെ കുടി നമ്മളിവിടെ നിന്ന് ആഴം നല്ല ആഴമായിരിക്കും. അപ്പോൾ ഇത് സീലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റെപ്പ് കയറുമ്പോഴത്തേക്ക് ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. നമ്മൾ മുകളിൽ ആൾക്കാർ, അതുകൊണ്ട് താഴെ ജസ്റ്റ് നോക്കാം. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അവിടെ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. വിലക്കും കേട്ടോ, കുട്ടികളും കുറച്ച് സ്ഥലത്തൊക്കെ തന്നെ അവസ്ഥ. അപ്പോൾ ഇത്രയാണ് എന്നെ വിളിക്കുന്നത്. എന്തോ
എന്തായാലും അപ്പം ഞാൻ മുകളിൽ കയറി ഒന്നും കാണാനില്ല, ആ മഞ്ഞ് തന്നെ ഇരിക്കും. അതുകൊണ്ട് നമുക്ക് പോടാ, ഇറങ്ങി നോക്കല്ല. മഞ്ഞ് പോയി ഗൈസ്, മഞ്ഞ് പോയി. മഞ്ഞ് അകത്തോട്ട് തള്ളി. അപ്പോൾ ഇവിടുത്തെ പാറൊക്കെ കണ്ട. ഇത് തന്നെ ഇവിടുത്തെ വിശേഷം. അങ്ങനെ നമ്മള് ഇവിടെ നിന്ന് ഇറങ്ങി. തടികളൊന്നുമില്ല. നമ്മളിവിടെ നിന്ന് ഇറങ്ങി നമ്മളാ വണ്ടിയിലോട്ട് പോകാനാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ പോയ സ്ഥലം. അതാരാ എന്തോ. അപ്പോൾ നിങ്ങൾ ഇവിടെ എന്തായാലും ഇവിടെ നിന്ന് കണ്ടല്ലോ പൈൻ വാലി. അപ്പം പ്രതീക്ഷ കേട്ടോ. ആ ഓക്കെ ഓക്കെ. അനന്തര വ്യൂ പോയിന്റ് ഉണ്ടെന്ന് ഗോവാല. നോക്കാം വാ. അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. കയറേണ്ട ആവശ്യമില്ല, കിട്ടൂല. നമുക്ക് അതിനേക്കാളും നല്ല വ്യൂ നോക്കിയോ കിട്ടും. കാരണം ഈ സെൽഫി സ്റ്റിക്ക് പൊക്കി അങ്ങ് എടുക്കുക. ഗൈസ് നോക്കൂ, ഇതാണ് ഇവിടുത്തെ വ്യൂ. ആകാശം, ഭൂമി. ഇതിൻ്റെ ബാക്കിൽ ഞാൻ പറഞ്ഞു ഉണ്ടെങ്കിൽ ഞാൻ വന്നു. ഇതാണ് ഇവിടുത്തെ. ഇവിടെ ഒരു പശുവുണ്ട്, പശു വന്നു, കാള, ബാഹുബലി പോലത്തെ കാള. അതായത് പോണാ നമുക്ക് ഒരു വെള്ളച്ചാട്ടം കാണാം. ഇതിൽ മേഘം കാണാനാണ് സെറ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പോയിൻ്റൊക്കെ കണ്ടിട്ടാണ് ഇന്ന് ലാസ്റ്റ് ദിവസമാണ്. ഇത് കഴിഞ്ഞ് ഇതോടെ കഴിഞ്ഞ് ടൂർ കഴിഞ്ഞ് ഇനി ആരെ വീട്ടിൽ മുകളിൽ തൂങ്ങിയിരിക്കണത്. ആ സൈഡിൽ നിന്ന് കോട കയറി വരുന്നു. അവിടെ നോക്കണം മയില് മയില് മരത്തിന് മുട്ടിയിരിക്കും. കണ്ട് കണ്ട് പക്ഷെ ക്വാളിറ്റി ഇല്ലേ ഇവിടെ കുറെ ആൺമയിലൊക്കെ നിൽക്കും. പെൺമക്കള് പെൺമക്കില് എവിടെ അവിടുത്തെ. ഓക്കെ ഫ്രണ്ട്സ്, വിത്തിൻ മീൻസ് സെക്കൻഡ്സിൻ്റെ അകത്ത് തന്നെ സെക്കൻഡ്സ് ആ പൂട്ടാൻ പോണ്. ഇത് കഴിഞ്ഞ കേട്ടോ. സെക്കൻഡ്സിൻ്റെ അകത്ത് തന്നെ മഞ്ഞ് കയറി മൂടി. എല്ലാവരും കുറേ എല്ലാവരും അവിടെ നിൽക്കുന്നു. മഞ്ഞ് കയറി, നല്ല കയറി.
റിട്ടേൺ ബാക്ക്. നമ്മൾ വണ്ടിയുടെ കിടപ്പുണ്ട്. ഇനി വേറെ കിടക്കാൻ പോവില്ലല്ലോ. അടുത്ത് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോകുന്നു. ഷോപ്പിങ്ങിന് ഞാൻ അത്ര വലിയ ഷോപ്പിംഗ് ചെയ്യുന്നില്ല. എല്ലാവരും കൂടെ ഞാനും പോകും. വഴി അവർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ ഒന്നുമില്ല. ഇവിടെ നിന്ന് ബസ് കയറുന്നു നേരെ ഇങ്ങോട്ട് കോളേജിലോട്ട്. ഇവിടെ നിന്ന് അത്രേ ഉള്ളൂ. അപ്പോൾ ഷോപ്പിങ്ങിനാണ്. ഷോപ്പിംഗ് തിരുവോരം ഓഫ് ദ ലേക്ക്, രാവിലെ വന്ന ലേക്ക്. അതിൽ നിന്ന് ഇവിടെ ഉള്ള ഷോപ്പിംഗ് സൈറ്റാണ് ഇത്. അപ്പോൾ ഇവിടെ ചോക്ലേറ്റ് കട നിൽക്കുന്നത്. അതേപോലെ അപ്പുറത്ത് മറ്റേ കട കാര്യങ്ങൾ അങ്ങനെയെല്ലാം ഉണ്ട്. നമ്മൾ ഈ വണ്ടി ഒരു കിടന്ന വണ്ടിയാക്കിയിട്ടുണ്ട്. ടൈഗർ പാമ്പ് അവർ ലാസ്റ്റ് കഴിപ്പാണ് കഴിക്കാൻ പോണത്. വാ. അപ്പുറത്തെ വേറെ ഒരു ടീംസിൻ്റെ ക്യാമ്പ് ഫയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരാന്തോ നമ്മൾ കയറി ഉറക്കം തെറ്റ്. ഇതേപോലെ ഫ്രണ്ട് വളർത്താൻ കാണാനൊക്കെ ഉള്ളത് ഒരു ആശുപത്രി നടക്കുന്ന കട ഉണ്ടോ? ഇത്രേ ഉള്ളൂ. And this is അവിടെ കഴിച്ച എന്തൊരു ചപ്പാത്തിയാണോ ദോശയാണോ ഒരു മലർവാടി ഒന്നും മനസ്സിലാവില്ല. എന്തായാലും ഈ പണ്ടാര ഹോട്ടലിൽ നിന്ന് കയറി ചെന്ന് 5 കളയില്ല. അത്രയേ ഉള്ളൂ എനിക്ക് പറയും. ഇതാണ് ഹോട്ടൽ. ഇത് മാത്രമേ ഉള്ളൂ. കക്കൂസ് തോറ്റു അവിടുത്തെ ആശുപത്രി. എത്തിക്കോ കുണ്ടി ആ കൊടുത്തോ. നിനക്കുള്ള പാരസിറ്റമോൾ തന്നു കൊടുക്കുന്നുണ്ട്. എല്ലാരും ശരിയാണ്. സൗണ്ടേ ഇത് മൊത്തം ഈ വണ്ടി മൊത്തം നമ്മൾ ടൂറിന്റെ ലാസ്റ്റ് ദിവസം വീട്ടിലോട്ട് പോവുകയാണ്. സൗണ്ട് ഇല്ല. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ പറയേണ്ട എല്ലാവരും പറയേണ്ട ഒരു കാര്യം റിവ്യൂ പറയണം. അങ്ങനെ ഗൈസ് എല്ലാവരും റിവ്യൂ ഒക്കെ പറഞ്ഞു. ഈ റിവ്യൂ പറഞ്ഞ വീഡിയോനെ സെപ്പറേറ്റ് ആയിട്ട് വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും പിന്നെ അല്ലാതെ നമ്മുടെ പ്ലേലിസ്റ്റിലും ഉണ്ട്. വീഡിയോ ഉണ്ട്, പോയി കാണുക. പറഞ്ഞ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് നമ്മൾ നൈറ്റ് ഈ വണ്ടി തന്നെ സ്ലീപ്പിംഗ് ആണ്. ഉറങ്ങിയിട്ട് രാവിലെ
ഇതാണ് കാഞ്ഞിരംകുളം ജംഗ്ഷൻ. ഇപ്പോൾ സമയം 7:15. വാർത്തകൾ വായിക്കുന്നത് ക്യാമറമാൻ. അപ്പോൾ എല്ലാവരും എണീച്ച് സാധനങ്ങളൊക്കെ എടുക്കുന്നു. ഇത് കഴിഞ്ഞ് നൂറേരാം അവിടെ നിന്ന് വീഡിയോ തുടങ്ങി. അതെ തന്നെ. ഇതുണ്ട് കേട്ടോ, സംഭവം ഉണ്ട്. അമ്മയും മോളും തിരിച്ചു വന്നു. എല്ലാവരും ഇറങ്ങി പോകണം. ഞാനും പോകണം. പോട്ടാ ബൈ. ബൈ. അങ്ങനെ ഗായ്സ്, അങ്ങനെ നമ്മുടെ കലാലയ ജീവിതത്തില് അവസാനത്തെ ടൂറും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇങ്ങനൊരു ട്രിപ്പ് ജീവിതത്തിൽ ഉണ്ടാവുമെങ്കിൽ ഇനി ഫാമിലി ട്രിപ്പും തന്നെയാണ്, സോളോ ട്രിപ്പൊക്കെ തന്നെയാണ്. ഇതേപോലെ കോളേജ് ട്രിപ്പ് ഇനി ലൈഫിലുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് വീണ്ടും തുടങ്ങാം. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഉറപ്പ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചിരുന്നാൽ ഇനിയും വരാൻ പോകുന്ന വീഡിയോസ് ഇട്ടാം. പിന്നെ കുറച്ച് വീഡിയോസ് അപ്ഡേറ്റ് ഉണ്ട്. നമ്മൾ കുറച്ച് പുതിയ വീഡിയോസ് ഒക്കെ വരികയാണ്. നമ്മൾ കൊണ്ടുപോയ സാധനങ്ങൾ ഇത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇത് ആവശ്യം വന്നു. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ഇതാണ്. ഇത് എല്ലാം ഇത് പിന്നെ അങ്ങ് അറ്റം വന്നിട്ടോ ഇത്. പിന്നെ ഇത് 120 വാട്ട്സിൻ്റെ ചാർജറാണ്. ഇതിൽ നമുക്ക് ഇതെല്ലാം പവർ ചെയ്യാൻ പറ്റും അറ്റ് ടൈം ഇത് വെച്ചിട്ട്. ഇത് PD ചാർജ് സപ്പോർട്ട് ചെയ്യുന്ന ഇത് USB പോർട്ട് പറഞ്ഞാൽ അത് നമുക്ക് വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് വെച്ച് സ്പ്ലിറ്റ് ചെയ്യാം. ഇത് ഹബ്ബാണ്, സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ അടുത്ത് പിന്നെ കേബിൾസ് കുറേ ഉണ്ട്. അത് എണ്ണം നോക്കിയിട്ട് ഇരുന്നെല്ലാം കൊണ്ടുപോയി. പിന്നെ ഇത് കൂളർ, പക്ഷെ അവിടെ ചൂടായി, ഫോൺ ചൂടായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഉപയോഗിക്കേണ്ടി വന്നില്ല, ഉപയോഗിച്ചില്ല. എന്നുവെച്ചാൽ എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയെങ്കിലേ ഉപയോഗിക്കാൻ പറ്റില്ല. എപ്പോഴേ ചൂടാവില്ല. എന്നാലും ചൂടായിട്ട് ഹീറ്റ് പോകുന്നുണ്ടായിരുന്നു. ആ സമയത്ത് പവർ ബാങ്ക് എടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ വീഡിയോ ഇട്ടായിരുന്നല്ലോ. പിന്നെ ഇതാണ് ഇതിൻ്റെ ഹാർട്ട്. ഇതിൻ്റെ അകത്താണ് ഇപ്പോൾ എല്ലാ സാധനവും ഉള്ളത്. ഇതാണ് ഹാർഡ് ഡിസ്ക്. ഓക്കെ, അങ്ങനെ. പിന്നെ ഇത് എടുത്ത്, പക്ഷേ ഇത് അവിടെ ചാർജ് പണി വന്നു. ഇത് പെട്ടെന്ന് സാധനം കയറില്ല. ആണ് പിന്നെ എടുത്തത്. ഇത് 500 GB, ഇത് 128 GB. അങ്ങനെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇതിൽ താങ്ങി. ഏകദേശം 100 GB ഉള്ള സാധനം ഉണ്ട്. നമ്മൾ ഇന്ന് എടുത്ത വീഡിയോസ് എല്ലാം കൂടി ഇതും കൂടി ചേർത്തപ്പോൾ എത്ര അറിഞ്ഞൂടാ. അപ്പോൾ ഇതിൽ അതെല്ലാം കയറ്റി എന്താ ഇതിൽ ആയില്ല. അതുകൊണ്ട് അത് പോയി, കേസാണ്. അങ്ങനെ അപ്പോൾ ഇത്രയാണ് നമ്മളെ സംഭവം സെറ്റപ്പ്. അപ്പോൾ ഇനി ലാപ്പ് നോക്കണ്ട. ലാപ്പ് ഇപ്പം ഫയൽ ട്രാൻസ്ഫറിന് മാത്രമല്ല. അപ്പോൾ ഇത്രയാണ് നമ്മളെ കാര്യങ്ങൾ. സ്പെക്ക് ലൈക്ക് ഗാഡ്ജറ്റ്സിനെ കൊണ്ടുപോയത് മാത്രം, വീഡിയോയ്ക്ക് വേണ്ടി മാത്രം കൊണ്ടുപോയത്.